ഹായ് ഡിയേഴ്സ്, ഈ വീഡിയോയും ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണ്. എൻ്റെ ഇത്താത്താര ഹൗസ് വാമിങ്. എനിക്ക് ഇതിന് മുന്നേ ഒരു മൂത്താപ്പാര മോളെ ഹൗസ് വാമിങ് കിട്ടീന്. അത് 19-ാം തീയതി, ഇത് 22-ാം തീയതി. അങ്ങനെ അടുത്തടുത്ത് 2 ഹൗസ് വാമിങ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമ്മൾ തലേദിവസം പോയിട്ടുണ്ടായിന്. അപ്പോൾ ആ കിച്ചൺ സെറ്റിങ്സിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അങ്ങനെ നമ്മൾ കുറച്ച് ബാങ്ക് കൊടുക്കേണ്ട സമയമാകാനായി സുബിക്ക്. അങ്ങനെ എല്ലാവരും റെഡിയായി നിന്ന് വീട്ടിൽ കയറാൻ വേണ്ടി ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിക്കുകയാണ്. അങ്ങനെ നമ്മൾ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കേണ്ട സമയം അന്നേരം ഉസ്താദ് ഇവിടെ നിന്ന് ബാങ്ക് കൊടുത്ത് 2 മൂലകളിൽ നിന്നായിട്ട് ബാങ്ക് കൊടുക്കും. അതെല്ലാം നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ അവർ ബാങ്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കുള്ള ബാങ്കും കൊടുത്ത് അങ്ങനെ 2 മൂലയിൽ നിന്ന് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് കയറിയെന്ന്. ഈ വിളിക്കുന്നതാണ് ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ നാസർ ഇളയ, എൻ്റെ ഇത്താത്താര ഹസ്ബൻഡ്. ആ ഫ്രണ്ടിൽ വൈറ്റ് ഡ്രസ്സ് ഇട്ട് പോയതാണ് എൻ്റെ ഇത്താത്ത, മൂത്തുമാരെ മോളാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് കയറിയെന്ന്. ഇനിയുള്ള കാഴ്ചകളൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഇടയ്ക്ക് ഇതേപോലെ ഞാൻ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ നിങ്ങൾ കമൻസ് എന്താണെന്ന് വെച്ചാൽ ഈ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും അറിയിക്കണേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്ക്. പിന്നെ ഇതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നിങ്ങളെ ബോറടിപ്പിക്കും ഓരോന്ന് പറഞ്ഞിട്ട്. നല്ല അടിപൊളി വീട് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഈ വീട് ഫുൾ കാണണം എന്നുള്ളവർ ഒന്ന് കയറി കണ്ടുനോക്കണേ. അങ്ങനെ സെൻട്രാളിൽ ഫുൾ പടമൊക്കെ പിരിച്ച് എല്ലാവരും നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആണുങ്ങൾ ഈ സെൻട്രാളിൽ നിസ്കരിക്കുന്നു, അതുപോലെ തന്നെ പെണ്ണുങ്ങൾ റൂമിലും കിച്ചണിലെല്ലാം ആയിട്ട് നിസ്കരിക്കുന്നു. അതിന് ശേഷം പിന്നെ കിച്ചണിലേക്ക് പോയിട്ട് പാല് കാച്ചാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അടുപ്പിൽ തീ കത്തിക്കുകയാണ്. അപ്പോൾ പുകയില്ലാത്ത അടുപ്പാകുമ്പോൾ നടുക്ക് തീ കത്തിച്ചിടുമ്പോൾ പെട്ടെന്ന് തന്നെ പുക പുറത്തേക്ക് പോകും. അങ്ങനെ നബിസാമ ഇത്താത്ത, ഞാൻ ആമാന്ന വിളിക്കൽ ഇത്താത്തയാണെങ്കിൽ കൂടി പണ്ടേ അങ്ങനെ വിളിച്ച് ശീലിച്ചതാണ്. അപ്പോൾ ഇത്താത്ത ഫസ്റ്റ് ഉരുളി വെച്ച് അതിലേക്ക് പാലൊക്കെ ഒഴിച്ച് അങ്ങനെ ഓരോരാളും വന്ന് പാലൊഴിക്കുന്നുണ്ട്. അങ്ങനെ ഈ പാലൊഴിക്കുന്ന ഇടയിൽ ചായ വെക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂട്ടും കൂടി ഇരുന്ന് അവരുടേതായ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. വേറെ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഉസ്താദ്മാർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേർച്ച കഴിക്കുന്നുണ്ട്. അത് മസ്റ്റാണ്. അങ്ങനെ അവിടെ നിന്ന് നേർച്ച കഴിക്കുന്നത്. ആ സമയത്ത് ഇതാ നമ്മളെ പാലിൻ്റെ അവസ്ഥ എന്തായി നോക്കുന്ന അടുപ്പിൽ ഇടയ്ക്കിടയ്ക്ക് കത്തിച്ചെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലിടയ്ക്ക് വേറെയും ഫുഡൊക്കെ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ ഉസ്താദിനിപ്പോൾ പോകുമ്പോൾ ഫുഡെല്ലാം കൊടുക്കണ്ടേ, അങ്ങനെ ഫുഡിൻ്റെ എല്ലാം ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അത് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തിളക്കുന്ന സൈഡൊക്കെ അനുസരിച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും പോലും. അങ്ങനെ വലത്തെ സൈഡിൽ നിന്ന് തിളക്കണ്ടേ. ഫസ്റ്റ് ഇത് തിളച്ച് തുടങ്ങിയത് വലത്തെ സൈഡിൽ നിന്നാന്നൊക്കെ ആണ് പറയുന്നത്. അപ്പോൾ വലത്തെ സൈഡിൽ നിന്ന് പറിച്ചാൽ നല്ലതാവുമല്ലോ. നമ്മൾ കണ്ണൂർക്കാൽ ഈ തിളക്കുന്നതിന് പതക്കുവാന്നാ പറയാട്ടാ. അത് ഇനിയിപ്പോൾ കുറേ ആൾ പതക്കൽ എന്താണെന്ന് വിചാരിച്ചു പോകും. അങ്ങനെ പാല് നല്ലോണം പതിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഉരുളിയിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇറക്കി വെക്കാൻ പറ്റും. അതിൻ്റെ ഉള്ള സംസാരമൊക്കെയാണ് ഇത് കേൾക്കുന്നത്. അങ്ങനെ പാലൊക്കെ പറിച്ച് പാല് റെഡിയായിട്ട് ഓരോരാൾക്ക് കൊടുക്കാൻ വേണ്ടി കോരിയെന്ന്. പിന്നെ ഈ പാലിന് കൊടുക്കേണ്ട കടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടുകടിയും മറ്റേ കേക്ക്, സമൂസ, കാര്യപ്പം, അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോയലപ്പം, അതൊക്കെ റെഡിയായി. പിന്നെ ഈ പാലിതാ ഓരോരോ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അവിടെ ഇരുന്ന എല്ലാവർക്കും. പിന്നെ അതിലിടയ്ക്ക് നമുക്ക് രാവിലെ നെയ്പ്പത്തലും ബീഫ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് നെയ്പ്പത്തലിന് കുഴയ്ക്കുകയെന്ന്. അങ്ങനെ എൻ്റെ ഉമ്മ അത് കുഴക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടാൻ വേണ്ടിയിട്ട് ആ പാല് കാച്ചിട്ട് ഇറക്കിയ അവിടെ തന്നെ ചീനച്ചട്ടി വെച്ചിട്ട് നമ്മളെ നെയ്പ്പത്തിൽ ചുടിയത്. പിന്നെ അതിലിടയ്ക്ക് ഞാനൊന്ന് കലവറ വരെ പോയി നോക്കി എന്തായി അവിടുത്തെ അവസ്ഥ നോക്കാൻ വേണ്ടി. അപ്പോൾ നോക്കുമ്പോൾ ഇവർ ജോറ് ബാറായിട്ട് തക്കാളി ഉള്ളിയെല്ലാം മുറിക്കുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിൽ അവർ തോർത്തിട്ടിരിക്കുന്നുണ്ട്. അവരൊരു വൈറൽ ഗായകനാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. അങ്ങനെ ഇതാ വീണ്ടും ഞാൻ നെയ്പ്പത്തിൽ ചുടുന്ന ഭാഗത്തേക്ക് വന്ന് അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ നെയ്പ്പത്തിൽ ചുട്ട് വെക്കുന്നുണ്ട്. അതിലിടയ്ക്ക് ഒന്നെടുത്ത് ഞാൻ കടിച്ച്. പിന്നെ രാവിലെ ഒരു 7 മണി സമയമാണിത്. നല്ല മഞ്ഞുണ്ട് അങ്ങോട്ട്. ഈ വീടിൻ്റെ ബാക്ക് വശം
നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മരങ്ങളും മഞ്ഞെല്ലായിട്ട് നമ്മളൊരു വയനാട്ടിലും ഊട്ടിയിലൊക്കെ പോയൊരു ഇത് തന്നെയാണെന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ചുറ്റും എല്ലാ ഒരുതരം വിധം പഴങ്ങളും കവുങ്ങ് അങ്ങനെ ഒരുപാട് ആദ്യം നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ പാലും ചായയും ഫുഡും എല്ലാം ആയിട്ട് ഉസ്താദും അവിടെയുള്ള ആണുങ്ങന്മാരെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് രാവിലെ ആയതിനു ശേഷം ഇതാ വെപ്പിൻ്റെ പണിയെല്ലാം തുടങ്ങി. അവർ തീയെല്ലാം പൊന്തിച്ച് അരിയെല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട്. പിന്നെ അത് ആ തക്കാളി എടുത്ത് വരുന്നത് മുനീർ ജാസി, അവരാണ് ഞാൻ പറഞ്ഞ വൈറൽ ഗായകൻ. അവർക്ക് ഒരുപാട് വൈറലായതാണ് അവരെ വീഡിയോസ് ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. അവരെ ബിരിയാണി വെക്കുന്നതും പിന്നെ അവർ ചിക്കൻ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു അടിപൊളി പാട്ടെല്ലാം എനിക്ക് പാടിയിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ പിറകെ വീഡിയോ വരും കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ പൊരിക്കുന്നിടത്ത് ഞാനെത്തും. പിന്നെ ഞാനും മോനും കൂടിയിട്ട് പിന്നെ കത്തലടക്കിയത് നെയ്പ്പത്തലും ബീഫ് കറിയും ഓനക്ക് ഞാൻ അത് നുള്ളിക്കൊടുത്ത് ഓന് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന്. അങ്ങനെ ഓനക്ക് കൊടുത്തതിന് ശേഷം ഞാനും മുണങ്ങിയെന്ന് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് മുന്നേ എല്ലാവരും തിന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഓനെ എണീപ്പിക്കാൻ പോയതുകൊണ്ട് ലേറ്റായി പോയതാണ്. അങ്ങനെ ഈ വീടിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഇതാണ്. ഇത് നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മീൻ മുറിച്ചത് കഴുകാനും നമ്മളെ കരിയുള്ള പാത്രമെല്ലാം കഴുകാൻ വേണ്ടി വേറെ തന്നെ ഒരു തട്ടാക്കിയിട്ടുണ്ടായി. ഞാൻ വീണ്ടും അടുക്കള കലവറ ഭാഗത്തേക്ക് പോയി എന്തായി ഇവർ ഭക്ഷണത്തിൻ്റെ അവസ്ഥ എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചിക്കൻ പൊരിച്ചു പോരുന്നത് അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് പൊരിച്ചിട്ട് ചിക്കനുള്ള ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെള്ളം കലക്കി ആ വെള്ളമൊന്നും ഞാൻ ടേസ്റ്റ് നോക്കി എൻ്റെ മോഫ്ര കോരിക്കൊണ്ട് തരികയെന്ന്. അപ്പോൾ എല്ലായിടക്കും ഒരു ചിക്കൻ എടുത്ത് ഞാൻ കടിച്ച് തിന്നുന്നുണ്ട്. ആരും കാണണ്ട കേട്ടോ, ആരോടും പറയല്ലേ. അങ്ങനെ ബിരിയാണി റെഡിയായി. പിന്നെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണത്തിൻ്റെ കസേരയൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരാൾക്കൂട്ടം തന്നെയാണ് നിറച്ചും വന്നിട്ടുള്ളത്, ഒരുപാട്. പിന്നെ കൂടുതൽ വീഡിയോസ് ആൾക്കൂട്ടത്തിനൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ എൻ്റെ മോന് എന്തൊക്കെയോ വാശിയും കരച്ചിലൊക്കെ ഇടുന്നത്. അപ്പോൾ ഓൻ്റെ പിറകെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മോനൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പോയ സമയത്ത് ഞാനിവിടെ ഫുഡ് കഴിക്കാനിരിക്കാൻ എൻ്റെ ഉമ്മയാണ് എനിക്ക് ചോറ് കൊണ്ടിരുന്നത്. ഞാൻ പറയല്ലേ പൊരിച്ചിട്ട് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് ഞാൻ കുറച്ച് തിന്നിട്ടുണ്ട്. എനിക്ക് ബിരിയാണി അത്ര ഇഷ്ടമില്ല, എനിക്ക് മന്തിയാണ് ഇഷ്ടം. അപ്പോൾ മന്തിയിലേക്ക് ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ബിരിയാണി ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ ഓരോരാളും കഴിക്കുന്നതൊക്കെ ഇങ്ങനെ ഞാൻ പോയി വീഡിയോസ് എടുത്ത്. അപ്പോൾ ചിലവർക്ക് യൂട്യൂബിൽ വരുന്നതിൻ്റെ ഭയങ്കര ചമ്മലൊക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് യൂട്യൂബിൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തു നോക്കി അവർ പറയുന്നുണ്ടായിന്. അങ്ങനെ എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് ഏകദേശം കുറച്ച് സമയം കൂടി എല്ലാവരും പിരിഞ്ഞു പോയി. അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നല്ല മഴയുണ്ട്. നല്ല മഴ അങ്ങനത്തെ മഴ. അപ്പോൾ വേറെന്താ ഈ മഴയത്ത് നല്ല ചൂടോടുള്ള ബിരിയാണി എന്നാൽ നല്ല രസമാണ്. അങ്ങനെ എല്ലാവർക്കും നല്ലോണം ബിരിയാണിയിലും കയറിയിട്ടുണ്ടാവും. പക്ഷേ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഫുഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു സൈഡിൽ പന്തലിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഈ കുട പിടിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കൊണ്ടു കൊടുക്കുന്നത്. ഇതാണ് ഈ വീട്ടിലുള്ള മസ്തൻ നാസറള. അങ്ങനെ ഫുഡെല്ലാം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ് മുനീർ ജാസിൻ്റെ ഫുഡ്. പിന്നെ പാൽപ്പായസം ഉണ്ടായിന്. പാൽപ്പായസം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എല്ലാം എടുത്ത് കുടിക്കും. പിന്നെ ഈ മഴയത്ത് ചൂടുള്ള പാൽപ്പായസം കുടിക്കാൻ വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു പൊക്കി കുടിക്കുന്ന നേരത്തെ പാൽപ്പായസം അടിപൊളിയാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞുള്ള അവസ്ഥയാണിത്. അത് കഴിഞ്ഞ് കെട്ടും പാട്ടൊക്കെ ഇട്ടെല്ലാം ആയിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നൊരു ബൈ.